അതെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ? വളരെ സിമ്പിളാണ്. മെറ്റാലിക് ഫ്രെയിം എടുക്കുക, എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യുക. എൻഡ് ടേപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് സാറ്റൻ റിബൺ കൊണ്ട് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അവിടെ ഒന്ന് ചുറ്റി വെച്ചാൽ മതി, കാരണം ഇതിൻ്റെ എഡ്ജ് കുറച്ച് ഷാർപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അക്രാലിക് ഫ്ലവറിലെ പ്ലാസ്റ്റിക് ബീഡ്സിലെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കിട്ടും. ഇത് ഒരുപാട് കളറിൽ ഒരുപാട് വെറൈറ്റിയിൽ അവൈലബിൾ ആണ്. ഇത് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഫ്രെയിം എടുക്കുക, കവർ ചെയ്യുക. അതിനുശേഷം B7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. B7000 ഗ്ലൂ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ നിൽക്കരുത്, കാരണം അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഫ്ലവേഴ്സ് അടുക്കി വയ്ക്കുക. വളരെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ച് അവിടെ വൃത്തിയുടെ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഈ ഫ്രെയിം നമുക്ക് കവർ ചെയ്തിട്ടും ചെയ്യാൻ കേട്ടോ. ഫ്രെയിമിൽ സാറ്റിൻ റിബൺ കൊണ്ട് കവർ ചെയ്തതിന് ശേഷവും നിങ്ങൾക്കിത് ചെയ്യാം. ഞാനിവിടെ കവർ ചെയ്യാതെയാണ് ചെയ്തിരിക്കുന്നത്. കവർ ചെയ്യാതെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡും ഫുള്ളായിട്ട് കവർ ചെയ്ത് നിർത്തണം. കണ്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഒന്ന് ഹാൻഡ് കൊണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഗ്ലൂവിൽ പ്രസ്സായിരിക്കും, അത് ഇളകി വരത്തില്ല. B7000 ഗ്ലൂ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ്, അത് ഇളകി വരില്ല. B7000 ഉണ്ട്, 8000 ഉണ്ട്, നമുക്ക് ഏത് വേണോ യൂസ് ചെയ്യാം. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ചെയ്തെടുക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സിൻ്റെ ആവശ്യം തികച്ച് വരില്ല. നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നമ്മളിത് ഒട്ടിക്കുന്നു, അതിൻ്റെ പുറത്തേക്ക് ഫ്ലവേഴ്സ് വയ്ക്കുന്നു, അതിനുശേഷം ബീഡ്സ് ഒക്കെ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. കണ്ടല്ലോ, രണ്ട് സൈഡ് ഈക്വലാണോ നോക്കുക. നമ്മൾ ചെയ്ത് നിർത്തുമ്പോൾ ഈക്വലാണോ നോക്കിയിട്ട് ഈക്വൽ അല്ല എങ്കിൽ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യുക, ലെവൽ ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് ഹാൻഡൊക്കെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു ഫ്ലവറും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫ്ലവറും കൂടെ അവിടെ കൊടുത്തു. അപ്പോൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയിരിക്കും, അതുകൊണ്ടാണ്. കണ്ടല്ലോ, അപ്പോൾ ഇത് ഫ്രെയിം ഞാൻ ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ സ്റ്റോൺസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോൺസോ ഗോൾഡൻ ബീഡ്സോ നോർമൽ ബീഡ്സോ എന്ത് വേണോ കൊടുക്കാം. ഞാനിവിടെ സ്റ്റോൺസ് ആണ് കൊടുക്കുന്നത്. ക്ലിപ്പ് സ്റ്റോൺ വേണമെങ്കിലും കൊടുക്കാം. ഗോൾഡൻ ബീഡ്സ് പലതരത്തിലുണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണോ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റോൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം അതിലേക്ക് സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നു. സ്റ്റോൺസ് വെക്കുമ്പോൾ ഇത് എന്താ പറയുക, കുറച്ച് സെൻറ്ററിൽ വെക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കുക. ചരിഞ്ഞൊക്കെ ഇരിക്കാൻ ചാൻസ് കൂടുതലാണ്, കാരണം അതിനകത്തൊരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോളിനകത്ത് കറക്റ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അത് കാരണം ഞാൻ സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അത് കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഹെയർ ബാൻഡ് ഫ്രെയിമിങ് ചെയ്തുകൊണ്ടാണ്. ഇനി നമുക്കിതിന് പകരം അലിഗേറ്റർ ക്ലിപ്പുണ്ട്, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. അലിഗേറ്റർ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ബീഡ്സ് നമ്മളെന്താ പറയുക, അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ഫ്ലവേഴ്സ് കൊടുക്കുക, സെൻറ്ററിലേക്ക് സ്റ്റോൺസോ ബീഡ്സോ എന്ത് വേണോ കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെൻറ്റർ ക്ലിപ്പിൽ നമുക്കത് ചെയ്തെടുക്കാം. ഏത് രീതിയിൽ വേണോ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇതങ്ങ് വെച്ച് കൊടുത്തു, ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഫ്ലവേഴ്സ് പല കളറിലും നമുക്ക് അവൈലബിൾ ആണ്. കാരണം ഞാനിവിടെ ഒരു ചെറിയൊരു പാരറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ ഇത് പല കളറിലും പല സൈസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്കും ചെയ്യണം കേട്ടോ.